ഈ ഡിസാസ്റ്റർ സ്റ്റഡീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട് കേട്ടോ. ഇതെന്താ ഇപ്പൊ ഇത്ര പഠിക്കാനിരിക്കുന്നത് എന്ന് ആലോചിക്കരുത്. കാരണം ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ രീതികളുണ്ട്. അതല്ലാതെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴത്തേനും ചാടി കയറി അങ്ങോട്ട് പോവുക എന്നുള്ളതല്ല. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഡിസാസ്റ്ററിന് വേണ്ടി നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു സെൻസിൽ നിങ്ങൾ കാണരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ അറിയാം, ഒരു ചുഴലിക്കാറ്റ് അടിക്കാൻ പോകുന്നു, അതൊരു ഡിസാസ്റ്റർ ആണ്. അപ്പോൾ എങ്ങനെ ആ ചുഴലിക്കാറ്റ് അടിക്കുന്ന പ്രദേശത്തുള്ളവരെ പ്രിപ്പയർഡ് ആക്കണം, അത് പ്രിപ്പയർഡ്നെസ് എന്ന് പറയും നമ്മൾ. പിന്നെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറി മെഷേഴ്സ്, അപ്പോൾ അതിൻ്റെ റെസ്ക്യൂ മെഷേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മിറ്റിഗേഷൻ നടത്തേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, ഇതെല്ലാം ഈ ഡിസാസ്റ്റർ സ്റ്റഡീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലുള്ള കോഴ്സുകളുടെ ഭാഗമാണ്. ഇതെല്ലാം മാസ്റ്റർ ഡിഗ്രി തരത്തിൽ ഇന്ത്യയിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കിയാൽ ഇപ്പോൾ JNUവിൽ തന്നെ ഉണ്ട് ഇതുപോലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇതിന്റെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് ഇപ്പോൾ നാച്ചുറൽ സയൻസസ്, സോഷ്യൽ സയൻസസ്, ഫിസിക്കൽ സയൻസസ്, ബയോളജിക്കൽ സയൻസസ്, എന്തിനധികം ലോ, കോമേഴ്സ്, ഈ വിഷയങ്ങളിലെല്ലാം നിങ്ങൾ ബാച്ചുലർ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിൽ ഏതിൽ നമ്മൾ ബാച്ചുലർ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ മാസ്റ്റർ ഡിഗ്രി കോഴ്സ്, അതായത് MA കോഴ്സിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. കീപ് ഗോയിങ്. Happy learning!